ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് അന്തരിച്ച പ്രശസ്ത കവി ONV കുറുപ്പിനെ കുറിച്ചാണ്. സുഭാഷിതത്തിൽ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിനോട് അദ്ദേഹം റിട്ടയർ ചെയ്ത് വിരമിച്ച് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കവിതയിലൂടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: ആരോട് യാത്ര പറയേണ്ടു എന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇന്നും അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ONV ഒരുപാട് പേരുമായി സൗഹൃദമുള്ള ഒരാളായിരുന്നു. അതിൽ ചില ആളുകളൊക്കെ അതിപ്രശസ്തരായിരുന്നു താനും. എന്നാൽ ONVക്ക് അപ്രശസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൃത്തായിരുന്നു അത്. ഹൈസ്കൂളിൽ ONVയുടെ ഉറ്റ ചങ്ങാതിയായ ആൻ്റണിയാണ് ഈ കഥാപാത്രം. ആൻ്റണി അത്യാവശ്യം പാടുമായിരുന്നു. സൗമ്യനും ശാന്തശീലനുമാണ് ആള്. ഒരു ദിവസം സ്കൂളിലെത്തിയപ്പോൾ ആൻ്റണി ONVയോട് പറഞ്ഞു: നാളെ മുതൽ ഞാൻ വരില്ല, എനിക്ക് ഇന്ത്യൻ നേവിയിൽ ജോലി കിട്ടി, നാളെ ബോംബെക്ക് പോകണം. അന്ന് വൈകുന്നേരം സ്കൂളിൻ്റെ കിഴക്കേപ്പാട വരമ്പിലൂടെ ആൻ്റണി അങ്ങനെ നടന്നകലുന്നത് ONV വല്ലാത്തൊരു ദുഃഖഭാരത്തോടെ നോക്കി നിന്നുപോയി. ഇടയ്ക്ക് 1-2 തവണ ആൻ്റണി തിരിഞ്ഞു നോക്കി കൈവീശി. മരണം വരേക്കും ഈ കൈവീശൽ ONVയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. തൻ്റെ പാഥേയം എന്ന കവിതയിൽ ഈ ഒരു അനുഭവം ചേർന്ന് കിടപ്പുണ്ടെന്ന് ONV തന്നെ ഒരിക്കൽ പറഞ്ഞു. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു എന്ന് തുടങ്ങുന്ന വരികൾ ആൻ്റണിയെ പറ്റിയാണെന്നാണ് ONVയുടെ പക്ഷം. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളുമെല്ലാം പങ്കുവയ്ക്കാൻ നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടാവുക അതൊരു വലിയ കാര്യമാണ്. അത് ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കും. ഈ ലോകത്ത് നമ്മൾ തനിച്ചല്ല എന്നൊരു തോന്നലും അതുണ്ടാക്കും. ഹൃദയം തുറക്കാനും നമ്മുടെ വൈഷമ്യങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാകുക അത് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ആത്മഹത്യയെ പറ്റിയൊന്നും ചിന്തിക്കില്ല. സുഹൃത്തുക്കളൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഏകാന്ത ജീവികളാണ് പലപ്പോഴും ചില നിമിഷങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കുന്നത്. മനുഷ്യനെ ഒരു സമൂഹ ജീവിയാക്കുന്നതിൻ്റെ ആദ്യ ലക്ഷണം സൗഹൃദമാണ്, മറ്റുള്ളവരുടെ ബന്ധമാണ്. നല്ല സൗഹൃദങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് ഒന്നുമില്ല എന്നാണ് പൊതുവെ വിവരമുള്ള ആളുകൾ പറയുന്നത്. നല്ലൊരു സുഹൃത്തുണ്ടാകുക അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ വിടവറയും മുമ്പേ എന്ന സിനിമയിൽ നെടുമുടി വേണിച്ചേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്: സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക അതൊരു വലിയ കാര്യമാണ് എന്ന സിനിമയിൽ പറയുന്നുണ്ട്. അത് അർത്ഥവത്തായ കാര്യം തന്നെയാണ്. നമുക്ക് അതേസമയം നമുക്കൊരു സുഹൃത്തിനെ ഇപ്പോൾ ലഭിക്കുമ്പോൾ ചിലപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും മേൽവിലാസത്തിൻ്റെയും ഒക്കെ പേരിലാകും. ഇതിനെല്ലാം അപ്പുറത്തുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ചില ആളുകളൊക്കെ ആ മണ്ടത്തരം കാണിക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരു സുഹൃത്തിനെ കൈമോശം വരാൻ കാരണമാക്കുന്നത് എന്ത് കാരണത്താലായാലും അത് ലോകവിഡിത്തമാണെന്ന് ഞാൻ പറയൂ. അപ്പോൾ സുഹൃത്തുക്കളെ കൂടെ നിർത്തുക, അവരെ അണച്ചു നിർത്തുക. സ്വാർത്ഥതയ്ക്കപ്പുറം കിടക്കുന്ന ഒരു ലോകം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.